ആത്മസ്വരൂപം സച്ചിദാനന്ദമാണെന്ന് പറയുന്നു. എന്നാൽ ആത്മാവ് കൈവല്യമാണെന്നും പറയുന്നു. കൈവല്യം കേവലഭാവം, കലർപ്പില്ലാത്ത ഭാവം. കൈവല്യം എന്ന് പറഞ്ഞാൽ കേവലത്തിൻ്റെ ഭാവം. കേവലം എന്ന് പറഞ്ഞാലോ കലർപ്പില്ലാത്തത്. കലർപ്പില്ലാത്തതാണ് കേവലം. ആത്മാവ് സത്തെന്നോ അസത്തെന്നോ ചിത്തെന്നോ അചിത്തെന്നോ പറയാൻ വയ്യ. വാക്കിനും മനസ്സിനും സ്പർശിക്കാൻ പോലും പറ്റാത്തതാക്കുന്നു. ആത്മാവ് നിർഗുണമാണ്. അതുപോലെ ഇന്നതെന്ന് വ്യക്തമായി പറയാനോ പറ്റാത്തതാകുന്നു. പിന്നെ എങ്ങനെ സച്ചിദാനന്ദം എന്ന് പറയുന്നു? അതുപോലെ സത്ത്, ചിത്ത്, ആനന്ദം എന്ന 3 കലകൾ മാത്രമാണോ ആത്മാവിനുള്ളത്? സത്ത്, ചിത്ത്, ആനന്ദം എന്നിവയെ കലയായിട്ട് എടുക്കണ്ട. കല അവയവമാണ്. സത്ത്, ചിത്ത്, ആനന്ദം ആത്മാവിൻ്റെ അവയവമല്ല. ആത്മസ്വരൂപത്തെ 3 വീക്ഷണകോണുകളിലൂടെ നോക്കിയതാണ്. പരമാർത്ഥത്തിൽ ആത്മതത്വത്തെക്കുറിച്ച് വാക്കുകൊണ്ട് പറയാൻ അസാധ്യമാണ്. യത് വാചാ അനഭ്യുദിതം, യാതൊന്ന് വാക്കിനാൽ അപ്രകാശിതമാണോ. ഒരു പടി കൂടി കടന്ന് ന വിജാനീമോ യഥൈതദനുശിഷ്യാത്, ഇതിനെ എങ്ങനെ ഉപദേശിക്കണമെന്ന് നമുക്കറിയില്ല എന്ന് പറയുന്നുണ്ട്. സ്പഷ്ടമായിട്ട് യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ, എവിടെ നിന്നാണോ വാക്കുകൾ മനസ്സിനോടുകൂടെ പിന്തിരിയുന്നത്, പ്രാപിക്കാൻ സാധിക്കാതെ, അതാണ് ആത്മസ്വരൂപം എന്ന് പറയുന്ന ശ്രുതി. ശ്രദ്ധിക്കുക. അപ്പോൾ വാക്കിന് വിഷയമല്ല. എന്തുകൊണ്ട്? നാമരൂപരഹിതമായതുകൊണ്ട്, ഗുണകർമ്മരഹിതമായതുകൊണ്ട്. അപ്പം എങ്ങനെയെങ്കിലും ഒന്ന് ഉപദേശിക്കണ്ടേ? അപ്പം അവാച്യമായതിനെ വാക്കുകൊണ്ട് പറയാനുള്ള പരിശ്രമമാണ് ഋഷീശ്വരന്മാർ ഉപദേശ പ്രക്രിയയിലൂടെ ചെയ്തിട്ടുള്ളത്. അവർക്കറിയാം ഇത് വാക്കിന് അവിഷയമാണെന്ന്. എങ്കിലും കേവലമായ കാരുണ്യം കൊണ്ട്, കൃപ കൊണ്ട്, സ്നേഹം കൊണ്ട് അവർ ഉപദേശം ചെയ്തു. അങ്ങനെ ഉപദേശിക്കുമ്പോഴാണ് സത്ത്, ചിത്ത്, ആനന്ദം തുടങ്ങിയ പദങ്ങളെ അവർ പ്രയോഗിച്ചത്. സത്തെന്ന് പറയുമ്പോൾ കേവലമായ ഉണ്മ, ഉള്ളത്, ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നെല്ലാം പറയുമ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാനഭൂതമായ ഉണ്മ, അതാണ് സത്ത്. ബോധമാണ് ചിത്ത്, കേവല ബോധം. ഞാൻ അറിയുന്നു. ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി എന്നീ തീർത്തും വിലക്ഷണങ്ങളായി മാറി വരുന്ന അവസ്ഥകളിലും, ശൈശവ, ബാല്യ, കൗമാര, യൗവന, വാർദ്ധക്യങ്ങളാകുന്ന തീർത്തും ഭിന്നങ്ങളായ അവസ്ഥകളിലും ഒക്കെ അറിയുന്നവൻ ഞാനാണ്. ആ അറിവിൻ്റെ സ്വരൂപത്തിന് ചിത്ത് എന്ന് പേര് പറഞ്ഞു. ഇപ്പോൾ സത്ത് ഒരു കലയും ചിത്ത് ഒരു കലയുമല്ല. സത്ത്, ചിത്ത് എന്നിവ ഏകമായ ആത്മാവിനെ വ്യത്യസ്ത രീതികളിലൂടെ അല്ലെങ്കിൽ വീക്ഷണകോണുകളിലൂടെ നോക്കിക്കാണുകയാണ്. അതുകൊണ്ട് തന്നെ സത്തും ചിത്തും ഒന്നാണ്. അതുതന്നെയാണ് ആനന്ദവും. നിരതിശയമായ, താരതമ്യരഹിതമായ സുഖം, നിരതിശയമായ സുഖസ്വരൂപമാണ് ആനന്ദം. ഇനി അനന്തം എന്ന് പറയും. ദേശകാല വസ്തു പരിമിതികൾ ഇല്ലാത്തത്. സത്യം, ജ്ഞാനം, അനന്തം ബ്രഹ്മ, വിജ്ഞാനം, ആനന്ദം, ഇങ്ങനെ അനേക പദങ്ങളെ കൊണ്ട് ആത്മയാഥാത്മ്യത്തെ നിരൂപണം ചെയ്യും. അതുകൊണ്ട് സത്യത്തിൽ വാക്കുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷേ വാക്കിലൂടെ അല്ലാതെ മനുഷ്യനെ ഉപദേശിക്കാൻ പറ്റില്ലല്ലോ. ആ രീതിയിൽ അവാച്യമായതിനെ ശിഷ്യോപദേശാർത്ഥം പറയുമ്പോഴാണ് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഇവിടെ കുറേ സംശയങ്ങളുണ്ട്, നമ്മൾ മാറ്റിവെക്കുന്നു. അടുത്ത പ്രാവശ്യം ആവാം. തീർച്ചയായിട്ടും ഈ പരമാവധി സംശയങ്ങൾക്ക് മറുപടി പറയുന്നൊരു സമ്പ്രദായം ഉണ്ടാക്കിയെടുക്കാം. അത് കൂടുതൽ പേർക്ക് ഉപകാരമാവും. അതിന് മാത്രമായിട്ട് വെച്ചോളാം. അത്
നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നില്ല, ആർക്ക് വേണമെങ്കിൽ വരാം. ആ അതെ, ചെയ്യാം ചെയ്യാം. ഓ